ഹായ് ഹലോ വെൽക്കം ടു RMS ബ്ലോഗ്. നാളെ ഫെബ്രുവരി 1 2025-2026 കാലയളവിലേക്കുള്ള സാമ്പത്തിക ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ വെക്കുകയാണ്. തുടർച്ചയായ 8ാമത്തെ ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ മുൻ വർഷങ്ങളിലേക്കാൾ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ബഡ്ജറ്റായിരിക്കാം ഇത്തവണ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കേണ്ടി വരുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ കുറവാണ് ധനമന്ത്രി നേരിടുന്ന പ്രധാന വെല്ലുവിളി. 6.5 കഴിഞ്ഞ വർഷം നമ്മുടെ GDP ഗ്രോത്ത്. ഈ വെല്ലുവിളിയിൽ മറികടക്കാൻ എന്തൊക്കെ നടപടികളായിരിക്കും ധനമന്ത്രി സ്വീകരിക്കുക? ടാക്സ് സ്ലാബുകളിൽ മാറ്റം വരുത്തുമോ? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ, പണലഭ്യത കൂട്ടാൻ, തൊഴിൽ ഉറപ്പാക്കാൻ എന്തൊക്കെ പുതിയ നടപടികളായിരിക്കും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്? അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതിനൊപ്പം റെയിൽവേ, പ്രതിരോധം, ഇലക്ട്രോണിക് മേഖല, പൊതുമേഖലാ കമ്പനികൾ എന്നീ മേഖലകൾ കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കുമോ ഇത്? നമുക്ക് കാത്തിരിക്കാം.